നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഭാരതത്തിൻ്റെ എണ്ണ ഉപഭോഗത്തിന് വേണ്ടിയിട്ട് ഭാരതം ഏറ്റവും അധികം ആശ്രയിച്ചിരുന്നത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളെയാണ്. പക്ഷേ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ രാഷ്ട്രീയ അസ്ഥിരാവസ്ഥ പരിഗണിച്ചുകൊണ്ട് തന്നെ ഒരു ശക്തനായ ഭരണാധികാരി എന്ന നിലയിൽ നരേന്ദ്രമോദി ഇപ്പോൾ എണ്ണ ഉപഭോഗത്തിന് വേണ്ടിയിട്ട് പ്രധാനമായും ആശ്രയിക്കുന്നത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെയും അതോടൊപ്പം തന്നെ റഷ്യയെയും ആഫ്രിക്കൻ രാജ്യങ്ങളെയും ഒക്കെയാണ്. ഇത്തരത്തിൽ എണ്ണ ഉപഭോഗത്തിന് വേണ്ടിയിട്ടുള്ള മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി മറ്റ് രാജ്യങ്ങളിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ എണ്ണയുടെ ആവശ്യങ്ങളുടെ 90% വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ട് ഭാരതത്തിന് കഴിയുന്നുണ്ട് എന്നതാണ്. ബ്രസീലിനെ കേന്ദ്രീകരിച്ച് ബ്രസീലിൻ്റെ പെട്രോബ്രാസ് എന്ന കമ്പനിയുമായിട്ട് ഭാരതം അടുത്തിടെ എണ്ണയുടെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുകയുണ്ടായി. അതോടൊപ്പം തന്നെ റഷ്യയിൽ നിന്ന് ഇപ്പോൾ 30-35% എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ വെനസ്വേലയിൽ നിന്നായിക്കോട്ടെ നൈജീരിയയിൽ നിന്നായിക്കോട്ടെ ഒക്കെ ഭാരതത്തിന് ആവശ്യമായിട്ടുള്ള എണ്ണ മറ്റു പല രാജ്യങ്ങളിലേക്കും ഡൈവേഴ്സിഫൈ ചെയ്യുകയും അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യുകയും ചെയ്ത വളരെ കൃത്യമായ ഒരു തീരുമാനത്തിൻ്റെ പുറകിലൂടെയാണ് ഭാരതം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും പശ്ചിമേഷ്യയിലെ ഈ സംഘർഷാവസ്ഥ പല രാജ്യങ്ങളെയും ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് എങ്കിലും പ്രത്യേകിച്ചും പാകിസ്ഥാൻ്റെയൊക്കെ എണ്ണവില എന്ന് പറയുന്നത് 480 ഒരു ലിറ്ററിന് 480 രൂപ കൊടുത്താണ് പാകിസ്ഥാൻ പെട്രോൾ വാങ്ങുന്നത്. അത് വലിയ ജനകീയ പ്രക്ഷോഭമുണ്ടായതിനെ തുടർന്ന് 350 മാറ്റം വരുത്തിയിട്ടുണ്ട്. എങ്കിലും ഇത്ര ഭീമമായ തുക കൊടുത്താണ് പാകിസ്ഥാനിൽ പെട്രോൾ വാങ്ങുന്നത്. പെട്രോൾ ഇത്രയും ഈ രീതിയിൽ ഷോർട്ടേജ് ഉണ്ടായിട്ട് പോലും ഭാരതം പിടിച്ചു നിൽക്കുന്നതിൻ്റെ കാര്യം കാര്യക്ഷമമാർന്ന ഒരു ഭരണ നേതൃത്വം ഉള്ളത് കൊണ്ട് തന്നെയാണ്. പശ്ചിമേഷ്യയിൽ ഈ സംഘർഷാവസ്ഥ പരിഗണിച്ചുകൊണ്ട് ആ മേഖലയിൽ നിന്ന് എണ്ണ വാങ്ങുവാനായിട്ട് കഴിയില്ല എന്ന് വളരെ കൃത്യമായ ഒരു ചിന്ത ഭാരതത്തിന് ഉണ്ട്. പശ്ചിമേഷ്യയിൽ ഈ പ്രശ്നം പരിഹരിച്ചാലും വീണ്ടും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാരണം യുദ്ധ അന്തരീക്ഷം അവരുടെ ഒരു പതിവ് കാഴ്ചയാണ്. ഇസ്രായേലിനെതിരെ ആദ്യം ഈ പ്രശ്നത്തെ ഉയർത്തി കാണിച്ചും ഇസ്രായേലിനെതിരെ ആദ്യമായി പ്രശ്നം ഉണ്ടാക്കിയതും ഇറാൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഇസ്രായേൽ ഇറാന് നേരെയുള്ള ഒരു ആക്രമണം നടത്തിയത്. ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ന്യായീകരണം ഉണ്ട് എങ്കിൽ അത് ഇസ്രായേലിന് മാത്രമാണ്. ഇസ്രായേലിനെ 2047 ഈ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമാക്കും എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധത്തിന് കളമൊരുക്കിയതും തിരികൊളുത്തിയതും ഇറാനായിരുന്നു. അമേരിക്കയ്ക്ക് പോലും ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു ന്യായീകരണവുമില്ല. അമേരിക്ക ഇസ്രായേലിൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഇറാനെ ആക്രമിക്കുകയായിരുന്നു. ഇപ്പോൾ വലിയ പ്രശ്നത്തിലേക്ക്, വലിയ സങ്കീർണമായ അവസ്ഥയിലേക്ക് അമേരിക്കയാണ് ഈ പ്രശ്നത്തെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. എന്തായാലും ഈ പ്രശ്നത്തെ വളരെയധികം സങ്കീർണമാക്കുകയും ഈ പ്രശ്നം ഒരിക്കലും തീരാത്ത രീതിയിൽ ചില പിടിവാശികളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ അമേരിക്ക ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഇതിനിടയിൽ പാകിസ്ഥാനെ ഉപയോഗിച്ചുകൊണ്ട് ചില നീക്കങ്ങളൊക്കെ നടത്തുവാൻ ശ്രമം നടത്തിയെങ്കിലും അമേരിക്ക ഇപ്പോൾ ഈ പ്രശ്നത്തെ സങ്കീർണമാക്കുവാനും ഈ പ്രശ്നത്തെ കലുഷിതമാക്കുവാനുമാണ് ഏറ്റവും അധികം അവരുടെ ശക്തി ഉപയോഗിക്കുന്നത്. എന്തായാലും ഇത് ഒരു കാരണവശാലും ലോകത്തിൻ്റെ നിലനിൽപ്പിന് ഒട്ടും ആശാസ്യകരമായ ഒരു സാഹചര്യമേ അല്ല. അത് മാത്രമല്ല, അമേരിക്ക ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു രീതിയിലും യുദ്ധവുമായിട്ട് ബന്ധമില്ലാത്ത ഭാരതത്തിൻ്റെ കപ്പലിനെ പോലും ആക്രമണം നടത്തി. ഭാരതം ഇതിനെതിരെ വളരെ ശക്തമായ നീക്കങ്ങൾ തന്നെയാണ് UN ഉൾപ്പെടെ ഉള്ള മേഖലകളിൽ നടത്തിയിട്ടുള്ളത്. UN അതിശക്തമായ ഭാഷയിൽ ഭാരതത്തിൻ്റെ വാണിജ്യ കപ്പലിന് നേരെ അമേരിക്ക നടത്തിയ ഈ ആക്രമണത്തെ അപലപിച്ചിട്ടുമുണ്ട്. ഭാരതം അവരുടെ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചു വരുത്തി തന്നെ അവരുടെ ഭാരതത്തിൻ്റെ വിമർശനം അറിയിച്ചിട്ടുണ്ട്. ഈ രീതിയിൽ അമേരിക്ക ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ പല നീക്കങ്ങളെ തുടർന്നും. ഇത് തന്നെയാണ് അമേരിക്ക പല രാജ്യങ്ങൾക്കും മേൽ നടത്തുന്നത്. ഇപ്പോൾ വെനസ്വേലയുടെ കാര്യമെടുത്താലും, ഏത് രാജ്യത്തിൻ്റെ കാര്യമെടുത്താലും, ഗ്രീൻലാൻഡിൻ്റെ കാര്യമെടുത്താലും ഒക്കെ അമേരിക്ക നടത്തിയ ഈ നീക്കങ്ങൾക്കൊക്കെയും കനത്ത തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. തീർച്ചയായും ഒരു സംയുക്തമായ ഓപ്പറേഷൻ പോലും അമേരിക്കയ്ക്കെതിരെ ഉണ്ടാകും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. എന്തായാലും ഭാരതം ഇതിനെതിരെ വളരെ ശക്തമായ നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പശ്ചിമേഷ്യൻ പ്രശ്നം ഭാരതത്തിൻ്റെ പെട്രോൾ ഉപഭോഗത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. ഭാരതം അതിന് കൃത്യമായ ഒരു നയ തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.